No problem. ഇതേ എന്തിനാ എന്റെ തുണികൾ കഴുകിത്തേക്കുന്നത്? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ പഴയ പതിവുകൾ മറന്നിട്ടില്ല അല്ലേ? അവൻ കാണിച്ചത് കുറെ കൂടിപ്പോയി അമ്മേ. സ്വന്തം അച്ഛനോട് ഇത്ര ധിക്കാരം കാട്ടാമോ? ആരാന്റെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞ ആരും സഹിക്കില്ല. അരവിന്ദൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിട്ടും ആ സ്നേഹം എന്റെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? അവനെ നീ പ്രസവിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ വളർത്തി ഇത്രമേലാക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ മുത്തശ്ശി, ആരോടാ വഴക്ക്? ഒന്നുമില്ല മോനെ. അല്ലെങ്കിൽ വഴക്ക് പറയാൻ മുത്തശ്ശിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരം? ആ, കുഞ്ഞുണ്ണിപ്പിള്ള മാസ്റ്റർ ഞാനിന്ന് കണ്ടു. മാസ്റ്ററുടെ സ്ഥിതി വളരെ മോശമാണ്. രവിക്കാണെങ്കിൽ ജോലിയില്ല. അമ്മ അച്ഛനോട് പറഞ്ഞ് ഫാക്ടറിയിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കുക. അച്ഛന് മാസ്റ്ററോട് കടപ്പാടുണ്ടല്ലോ. കടപ്പാട് എത്ര കാലമായി പറയുന്നു മാഷിനെ ഒന്ന് പോയി കാണാൻ. നിന്റെ അച്ഛൻ സിംഗപ്പൂരിലേക്ക് കപ്പൽ കയറുമ്പോ പണം കൊടുക്കാൻ മാഷേ ഉണ്ടായിരുന്നുള്ളൂ. അതും കടം വാങ്ങിയാ കൊടുത്തത്. രവിക്ക് ജോലി കൊടുത്താൽ അച്ഛൻ ലാഭം കിട്ടിയില്ലെന്ന് വരും. സ്നേഹവും നന്ദിയും ഒന്നും വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ലല്ലോ. Rummy and show. ഇവിടെ വാ. ഹലോ അരവിന്ദൻ. നീ പോവാണോ? അവന് ജോലി തിരക്കുണ്ടാവും. സോറി അരവിന്ദൻ, നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ സാധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പറഞ്ഞത് അരവിന്ദനെ വേദനിപ്പിച്ചു കാണും. അവനെന്താ അന്യനാണോ? ഇപ്പോൾ ഞാനാണ് ഈ വീട്ടിലെ അന്യൻ. നീയും എനിക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. ശരിയാണ്. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കും തോറും എന്റെ മനസ്സകന്നു പോകുന്നു. ഒരു പക്ഷേ അതെന്റെ കുറ്റമാകാം. ഏയ്, കുറ്റവാളി ഞാനാണല്ലോ. മറ്റുള്ളവരെല്ലാം പുണ്യവാളന്മാർ. നോക്കൂ, ഞാൻ വഴക്കുകൂടാൻ വന്നതല്ല. ആ സമയത്ത് എനിക്കും വിഷമം തോന്നി. എല്ലാ അമ്മമാർക്കും വേദനിക്കാനാവണം വിധി. അരവിന്ദനോട് എനിക്ക് സ്നേഹമില്ലെന്ന് നീ കരുതുന്നുണ്ടാവും. അവനെ നേർവഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവന്റെ വഴി അവൻ തന്നെ തിരഞ്ഞെടുത്തോട്ടെ. വഴി തെറ്റാതിരുന്നാൽ മാത്രം മതി. രഘു, എന്താണമ്മേ? എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എനിക്ക് ധൃതിയുണ്ടമ്മേ. മിസ്റ്റർ മാത്യൂസ് എന്നെയും കാത്തു നിൽക്കുകയാണ്. എന്റെ മോൻ എന്നോട് സംസാരിക്കാൻ സമയം കിട്ടുമ്പോഴേക്കും ഞാൻ മരിച്ചെന്ന് വരും. ദാക്ഷായണി,
എന്താണ് നിനക്കും ധൃതിയാണോ? എന്റെ മോന് എന്നോട് സംസാരിക്കാൻ സമയമില്ല. നീയും ഇപ്പൊ അങ്ങനെയായൊന്നാ എന്റെ സംശയം. പിന്നെ എന്തിനാ കണ്ട നസ്രാണികളെ പിടിച്ച് തറവാട്ടി കയറ്റുന്നേ? ഇതെന്താ വഴിയമ്പലമോ? പഴംപുരാണങ്ങൾ പറഞ്ഞു നടന്നാലേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ശരിയാ മോളെ, എല്ലാവരും മാറിയിരിക്കുന്നു. എനിക്ക് മാത്രം മാറ്റമില്ല. അരവിന്ദൻ എന്താ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാതെ മടങ്ങി വന്നത്? ഇവിടുത്തെ മടുപ്പിൽ നിന്ന് ശാന്തി തേടിയാണ് ഞാൻ വീട്ടിൽ പോയത്. പക്ഷേ എന്റെ വീട് എനിക്ക് സമ്മാനിച്ചത് ഒരുതരം ആത്മനിന്ദയാണ്. അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോ തിരിച്ചു വണ്ടി കയറി. അരവിന്ദൻ അച്ഛനുമായി ഇടഞ്ഞോ? ഇടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിനി. എന്റെ അച്ഛനെ നിനക്ക് മനസ്സിലാവില്ല. വാ. ബാല്യം എത്ര സമ്പന്നമാണ് അല്ലേ അരുന്ധതി? എന്താ ബാല്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ കൊതിയുണ്ടോ? അരവിന്ദൻ ആരിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ഒളിച്ചോട്ടും എനിക്ക് വശമില്ല. അതുകൊണ്ടാണല്ലോ ജീവിതം ഒരു ശിക്ഷയായി തീർന്നത്. ഡോൺ ബി സിനിക്കൽ. കുറെ കൂടി കരുത്ത് സമ്പാദിക്കൂ. കാലത്തിന്റെ വിദൂര തീരങ്ങളിൽ എവിടെയോ എനിക്ക് എന്നെ നഷ്ടപ്പെടാൻ തുടങ്ങിയ ബാല്യം. മഞ്ഞുറഞ്ഞു വീഴുന്ന തടാകത്തിന്റെ തീരത്തുള്ള ബോർഡിംഗ് സ്കൂളിൽ അമ്മയെ ഓർത്ത് കരഞ്ഞ രാത്രികൾ ഒരു മൂടൽ മഞ്ഞായി എന്റെ മനസ്സിൽ വീണ്ടും കിടക്കുന്നു. ആ, നല്ല രസമുള്ളൊരു കാര്യം. അരവിന്ദനെ കണ്ടാലുടൻ പറയണമെന്ന് കരുതിയതാ. പറയൂ. അത് കേട്ടാൽ എന്നെ കളിയാക്കരുത്. ആ, അത് കേട്ട് കഴിഞ്ഞ് തീരുമാനിക്കാം. ഇരുന്നിരുന്ന് ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്നെ ആയിരിക്കും. ആ, എന്നിട്ട്? ഓ, സ്വപ്നത്തിന്റെ കഥ പറയുമ്പോഴാണോ ഇത്തരം ചോദ്യങ്ങൾ? സില്ലി ബോയ്. അറിയാതെ ചോദിച്ചു പോയ ടീച്ചറെ ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു. ആ, സ്കൂട്ടറിൽ പോയിട്ട് സാരിത്തുമ്പും പറത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് നഗരവീതിയിലൂടെ നട്ടുച്ചയ്ക്ക്. പെട്ടെന്ന് സന്ധ്യയായി പോയി. അയ്യോ, അതെങ്ങനെ? ഓർഡർ ഓർഡർ. ഒരിക്കൽ കൂടെ മാപ്പാക്കണം. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. സായം സന്ധ്യയുടെ ശോണാഭമായ ഹൃദയത്തിലൂടെ സ്കൂട്ടർ മിന്നിപ്പായുകയാണ്. ഞാൻ ചോദിച്ചു, അലമാലകൾ താണ്ടി കടലിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാമോ എന്ന്. അരുന്ധതി കൂടെ ഉണ്ടെങ്കിൽ എവിടെ പോകാനും ഞാൻ റെഡി. അങ്ങനെ തിരമാലകൾക്ക് മുകളിലൂടെ നമ്മുടെ സ്കൂട്ടർ പറന്ന് പറന്ന് പോയപ്പോ എനിക്ക് പേടിയായി. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ദേ
ഇങ്ങനെ കെട്ടി മൈ ഗോഡ് ഫാദർ, വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഒന്നും പറ്റിയില്ലല്ലോ. ഇതൊക്കെ നിഷ്പ്രഭം, നെവറോമെന്റ്. ഓഹോ, നെവർ മൈൻഡ് അല്ലേ? ആ ഉച്ചാരണം ശരിയല്ല ആശാനെ. പ്രശസ്ത ജർമ്മൻ പണ്ഡിതനായ മുഹമ്മദ് ബ്ലോവോ നെവറോ മൈൻഡ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ MIND എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഉച്ചാരണത്തിന് മിൻറ്റോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈബ്രറിയിൽ നിന്ന് ചൂണ്ടുകയായിരിക്കും. ആശാനെ തേടി ഞാൻ എവിടൊക്കെ നടന്നെന്നറിയോ? ബീച്ചിൽ പോയി, കോഫി ഹൗസിൽ പോയി, ലൈബ്രറിയിൽ പോയി, അവസാനം ടീച്ചറാണ് പറഞ്ഞത്. ഏത് ടീച്ചർ? അത് കളയാശാനെ, ആരെ മറച്ചാലും ഈ അർജുനെ മറയ്ക്കാമെന്ന് വിചാരിക്കണ്ട. വിവരമില്ലെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ ഞാൻ. അർജുനൻ MA, ഹൈ ഫസ്റ്റ് ക്ലാസ്. അല്പം കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ റാങ്ക് ഹോൾഡർ. കണ്ടപ്പോഴേ തോന്നി. അതെ, ടീച്ചർ എന്ത് പറഞ്ഞു? ആശാൻ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ. നാട്ടിലായിരുന്നു. ഭാഗ്യവാൻ. ഭാഗ്യം? എന്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയാതിരിക്കുക നല്ലത്. തോന്നുമ്പോ നാട്ടിലെത്താൻ കഴിയുന്നതല്ലേ ഭാഗ്യം. എല്ലാവർക്കും അവരവരുടെ നാട് സ്വർഗം പോലെ, സ്വപ്നം പോലെ മനോഹരമാണ്. പക്ഷെ എന്റെ നാട്ടിൻ പുറത്തിന്റെ ചന്തവും ചാരുതയും ഒന്ന് വേറെ തന്നെയാണ്. അത്രയേറെ സൗന്ദര്യം കൊണ്ട് സ്നിഗ്ധവും മുഗ്ധവും തപ്തവും തിക്തവുമാണ്. പാടത്തുപോയി പാംസുലപാദചാരി കൃഷിവലൻ ആ വേല തുടങ്ങി നൂനം. അങ്ങനെയുള്ളതാണ് എന്റെ കൊച്ചു ഗ്രാമം. നാവുണ്ടെങ്കിലും നാദമില്ലാത്ത അവസ്ഥയാണ് എന്റെ. വർണ്ണ ചിറകുകളുമായി ചിതറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ പോലെയാണ് വാക്കുകൾ. അവയെ എത്തിപ്പിടിക്കാൻ ഞാൻ വിതുമ്പുകയാണ്. ഇത്രയൊക്കെ കൈവശം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മിസ്റ്റർ അർജുനൻ MA. വെച്ച നാടിനെ വർണ്ണിക്കും ഈ അർജുനന്റെ ആവനാഴി പലപ്പോഴും പുഷ്പസമൃദ്ധമാകാറാണ് പതിവ്. പക്ഷേ ഇന്ന് മാത്രം എന്തുകൊണ്ടോ വാക്കുകൾക്ക് കൂടാതെ തത്തിവിടുകയാണ്. ആശാനെ, 4 വർഷമായി ഞാൻ നാട് വിട്ടു. ഇടയ്ക്കിടെ പോവാറില്ലേ? അവിടെയല്ലേ ട്രാജഡി. വീട്ടിലോട്ട് എന്നാ മുട്ട് തല്ലി ഓടിക്കും മേസ്തിരി. മേസ്തിരിയോ? ആ, ഹെഡ് ഓഫീസ് എന്റെ അച്ഛൻ. ആശാനെ ചിരിക്കാം. എന്റെ ദണ്ണം എനിക്കല്ലേ അറിയാവൂ. കഴിഞ്ഞ 4 വർഷമായി ഞാനിവിടെ റിസർച്ച് ചെയ്യുകയാണെന്നാണ് അച്ഛന്റെ വിചാരം. അല്ല, വിചാരമല്ല, വിശ്വാസം. അച്ഛനാണെങ്കിൽ ഒരു മരക്കച്ചവടക്കാരനാണ്. മരം പോലെ തന്നെയാണ് മനസ്സും. വുഡ് മൈൻഡ്. അല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. മാസാമാസം 400 രൂപ അയച്ചു. എന്തിനാണെന്നോ? മോനെ ഡോക്ടറാക്കാൻ. ഇക്കണക്കിന് പോയാലേ ഡോക്ടറല്ല, കമ്പൗണ്ടർ പോലും ആകില്ല. അച്ഛനെ, എന്റെ ലൈബ്രറി ബുക്ക് കിട്ടിയോ? ഇല്ലേ? വേണ്ട, ഞാൻ എടുത്തോളാം. രവി എന്താ നിൽക്കുന്നത്? ഇരിക്കൂ. ഹായ്, അമ്മ എന്ത് സുന്ദരിയായിരിക്കുന്നു. അമ്മയുടെ കാര്യത്തിൽ കാലം പുറകോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഈ പെണ്ണ് എന്ത് ഭ്രാന്തായി പറയുന്നത്? രഞ്ജി, നീ എന്താ രവിയോട് ഒന്നും സംസാരിക്കാത്തത്? കൂട്ട് വന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാനെന്ത് സംസാരിക്കാനാ? അമ്മേ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തരും അമ്മേ. ഇവിടെ വല്ലാത്ത ഉഷ്ണം. അച്ഛനോട് പറഞ്ഞ് ഈ റൂം AC ആക്കാൻ പറയും അമ്മേ. നീ തന്നെ പറ, അച്ഛന്റെ പൊന്നുമോളല്ലേ. അമ്മയ്ക്ക് വല്ലാത്ത അസൂയ. ആ, രവിക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? എന്തായാലും വിരോധമില്ല. സീതേ, സീതേ, അമ്മ എന്തിനാ വിളിക്കുന്നേ? ആ സുന്ദരിക്കുട്ടി മുത്തശ്ശിയുടെ കിന്നാരം കേട്ട് ഇരിപ്പായിരിക്കും. യേശവൻകുട്ടി, എന്താ രാവിലെ കൊടിയേറ്റത്തിന് പോകുന്നില്ലേ?
പോണം. പിന്നെന്താ ചുറ്റിപ്പറ്റി നിൽക്കണേ? ആരെ കാണാനാ? വെറുതെ. നിനക്കെന്താ ഒരു വിഷമം പോലെ? ഞാൻ വിഷമിച്ചാലും ഇല്ലെങ്കിലും എടാ, നീ ഒരു പെണ്ണ് കേട്ട ഒറ്റത്തടിയായി നടക്കുന്നതാ നിന്റെ കുഴപ്പം. കേശവൻകുട്ടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് സീതയെ ഇഷ്ടമാണോ? എന്റെ ഇഷ്ടം രഞ്ജിയോ? ഇവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ മറന്നുപോയതാ. രഞ്ജിത വളരെ മാറിയിരിക്കുന്നു. പക്ഷേ എന്റെ മനസ്സിലുള്ളത് ഇപ്പോഴും ആ പഴയ രഞ്ജിത തന്നെ. ആ രവീന്ദ്ര ജ്യൂസ് കഴിക്കാതിരുന്നേ? കഴിക്കൂ. രഞ്ജിക്കുട്ടിയെ, മോൾ എപ്പോഴാ വന്നത്? മോള് വന്ന വിവരം മുത്തശ്ശി അറിഞ്ഞതേയില്ല. എങ്ങനെ അറിയും? സീതയെ വിട്ട് ഒരു നേരം മാറി നിൽക്കണ്ടേ? നീ അരവിന്ദനെ കാണാറുണ്ടോ കുട്ടിയെ? കണ്ടോ കണ്ടോ, മുത്തശ്ശിക്ക് എന്നെ കുറിച്ചൊന്നും അറിയണ്ട, അരവിന്ദേട്ടനെ കുറിച്ച് മാത്രമേ അറിയണ്ടൂ. അവൻ നിന്റെ ആങ്ങളല്ലയോ മോളെ? ആങ്ങളായിട്ടെന്താ? പെങ്ങളെ കണ്ടാ സംസാരിക്കില്ല. എന്തിന്? കണ്ട പാവം പോലും നടിക്കില്ല. അവൻ പണ്ടേ അങ്ങനെ തന്നെയാ, ഒറ്റയാൻ സ്വഭാവം. നിനക്കറിഞ്ഞൂടെ? അമ്മയ്ക്ക് തെറ്റുപറ്റി. ഇവിടെ വന്ന ഒറ്റയാൻ. അവിടെ അരുന്ധതി ടീച്ചർ കൂട്ടിനുണ്ട്.